അങ്ങനെ അവർ സൂവിലെത്തി. എന്നാൽ സൂവിലെത്തിയപ്പോൾ വേർണൻ ഹാരിയെ സൈഡിലോട്ട് പിടിച്ച് വലിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. ഹാരി, നീ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ, ഇവിടെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ നിൻ്റെ കഥ ഞാൻ അതോടെ കഴിക്കുമെന്ന്. അടുത്ത ക്രിസ്മസ് വരെ നിന്നെ ആ ചെറിയ ഇരുണ്ട കബോർഡിൽ അടച്ചു പൂട്ടിയിടുമെന്ന്. ഹാരി പറഞ്ഞു, അങ്കിൾ, ഞാൻ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല, ഞാൻ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തോളാമെന്ന്. പക്ഷേ ഹാരി പറഞ്ഞത് വേർണൻ വിശ്വസിച്ചിട്ടേ ഇല്ല. ഹാരിക്കും അറിയാം തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന്, എന്തൊക്കെയോ അമാനുഷികമായ കഴിവുകളുണ്ടെന്ന്. കാരണം ഇതിനു മുമ്പും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഹാരി ബാർബർ ഷോപ്പിൽ നിന്ന് മുടി വെട്ടിയിട്ട് വന്നപ്പോൾ പെറ്റൂണിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ തൻ്റെ കിച്ചണിലെ കത്രികയെടുത്ത് കറുമുറാന്ന് ഹാരിയുടെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി കുളമാക്കി കുറച്ച് അവനെ വെളിയിലിറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നാൽ പിറ്റേ ദിവസം ഹാരി കരഞ്ഞുകൊണ്ട് ആ രാത്രി കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തൻ്റെ മുടി പഴയതുപോലെ വളർന്നു കൂന്തലിച്ച് നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പെറ്റൂണിയ ഡഡ്ലിയുടെ പഴയ വസ്ത്രങ്ങൾ, അതായത് ഡഡ്ലി ആണെങ്കിൽ ഹാരിയുടെ 2 ഇരട്ടിയുണ്ട്, ആ വലിയ വസ്ത്രങ്ങൾ ഹാരിയെ ഇടിയിപ്പിച്ച് പുറത്തു കൊണ്ടുപോയി നാണം കെടുത്താൻ നോക്കി. ഹാരിക്ക് അപ്പോഴും വിഷമമായി. അപ്പോൾ ഉടൻ തന്നെ ആ വലിയ ഡ്രസ്സുകൾ പെട്ടെന്ന് തന്നെ ചുറ്റി ഹാരിയെ ഒരു മാജിക് പോലെ ഇത് സംഭവിച്ചു. ഹാരിക്ക് കറക്റ്റ് പാകത്തിനായി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹാരിയുടെ ലൈഫിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഹാരിക്കും തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അവനറിയില്ല എന്താണ് സംഭവിക്കണമെന്ന്. എന്നാലും അവന് ഇത് സംഭവിക്കുന്നുണ്ടെന്നറിയാം.